ഏവർക്കും സ്വാഗതം, വെൽക്കം. കഴിഞ്ഞ ദിവസം ട്രംപ് ആൻഡ് ഇന്ത്യൻ വ്യൂ എന്ന ഒരു ഇംഗ്ലീഷ് വീഡിയോ ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ പങ്കിട്ടതിനോട് പ്രതികരിച്ചുകൊണ്ട് എൻ്റെ ഉത്തമ സുഹൃത്തായ മുരുകേശൻ ഒരു ഓഡിയോ ക്ലിപ്പിൽ കൂടെ തൻ്റെ അഭിപ്രായം, വിയോജിപ്പ് അറിയിച്ചത് വളരെ അർത്ഥവത്തായി തോന്നുന്നു എന്നതുകൊണ്ട് അത് നിങ്ങളുമായി പങ്കിടുന്നത് ഉചിതമാകുമെന്ന് ഞാൻ കരുതുകയാണ്. വിയോജിപ്പിനെ മാനിക്കുന്ന ഒരു സംസ്കാരം ജനാധിപത്യ ജീവിത രീതിയുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇടയിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് വിയോജിപ്പിനെ മാനിക്കുക എന്നുള്ളത്. എന്നാൽ ആ ഒരു ആന്തരിക ബലം, സാംസ്കാരിക മേന്മ മനഃപൂർവ്വം ആർജിച്ചെടുക്കുക ഈ കാലഘട്ടത്തിൻ്റെ യുഗത്തിൻ്റെ ആവശ്യമാകുകയാണ്. അപ്രകാരമുള്ളൊരു ലക്ഷ്യം കൂടെ നമ്മുടെ യൂട്യൂബ് കൂട്ടായ്മയ്ക്കുണ്ട് എന്നത് നാളിതുവരെ വെളിപ്പെട്ടു വരേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു തുടക്കം എന്ന നിലയിൽ, തുടർച്ച എന്ന നിലയിൽ അല്പം ദൈർഘ്യമുള്ള മുരുകേഷിൻ്റെ ഈ റെസ്പോൺസ് നിങ്ങളുമായി ഞാൻ പങ്കിടുവാൻ താല്പര്യപ്പെടുകയാണ്. ഇത് ട്രംപിനെ സംബന്ധിച്ചാകെയാണ്. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് മാത്രം ഞാൻ എന്നെ തന്നെ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അത് നിങ്ങൾക്ക് ഏവർക്കും ആശ്വാസം പ്രദാനം ചെയ്യും എന്നെനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. നാം ശ്രദ്ധിക്കേണ്ടത് മുരുകേഷിൻ്റെ അർത്ഥവത്തായ വാക്കുകളിലാണ്, അദ്ദേഹത്തിൻ്റെ ചിന്താ രീതികളിലാണ്. അദ്ദേഹം നല്ല വായനക്കാരനാണ്, ചിന്താശക്തിയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ഞാൻ എപ്പോഴും മാനിക്കാറുണ്ട്. എൻ്റെ എല്ലാ വീഡിയോകളും കാണുകയും വളരെ കൃത്യമായി വിശദമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുവാൻ സാധിക്കുന്നത് സന്തോഷിക്കുന്നു. അവ ഇപ്രകാരമാണ്. ഡൊണാൾഡ് ട്രംപ്, എ വ്യൂ ഫ്രം ഇന്ത്യ എന്ന അങ്ങയുടെ വീഡിയോ ഞാൻ കേട്ടു. എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നും കുറച്ചുകൂടി പുറകോട്ട് പോയിട്ട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഡിയോകളിൽ എനിക്കുണ്ടായിരുന്ന ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഞാൻ ചുരുക്കിയ വാക്കുകളിൽ അക്കാലങ്ങളിൽ ഇറങ്ങിയ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി ആഴത്തില് എൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഓഡിയോ രൂപത്തിൽ അങ്ങയോട് സംസാരിക്കുന്നത്. അങ്ങ് പൊതുവെ പറഞ്ഞാല് വെസ്റ്റേൺ ഹെമിസ്ഫിയറില് അമേരിക്കയുടെ താല്പര്യങ്ങൾ അത് മൺട്രോ ഡോക്ട്രിനോളം പുറകോട്ട് പോകുന്നതാണ് താൻ. അതിൻ്റെ പ്രത്യാഘാതങ്ങളോ പ്രതിസ്ഫുരണങ്ങളോ ഒക്കെയാണ് ഇപ്പോൾ അവസാനമായി ഡൊണാൾഡ് ട്രംപിന്റെ ചൈൽഡിഷ് ഇൻഫന്റൈൽ എന്നങ്ങ് പറഞ്ഞ രീതികളിലും വന്നിരിക്കുന്നത്. അതത്ര നിഷ്കളങ്കമായ ഇൻഫന്റൈൽ രീതിയാണെന്ന് പറയാൻ ഇത്തിരി എൻ്റെ മുൻകാലങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഞാൻ മറ്റു ചില അഭിപ്രായങ്ങള് ട്രംപിനെ കുറിച്ച് നമ്മൾ സാധാരണ കേൾക്കാത്തത് കേൾക്കാനിട വന്നിട്ടുണ്ട്. 1980-കളിൽ റൊണാൾഡ് റീഗൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ താരതമ്യേന ഒരു മധ്യവയസ്സിന് താഴ്ന്ന യുവാവ്, ഒരു 40-കളിൽ നിന്നിരുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന വ്യാപാരി വ്യവസായി ഒരു അമേരിക്കൻ പ്രധാനപ്പെട്ട, അത് വാഷിംഗ്ടൺ പോസ്റ്റ് ആണോ എന്നെനിക്ക് ഓർമ്മയില്ല,
ഒരു ഫുൾ പേജ് വാടകയ്ക്ക് എടുത്തിട്ട് അമേരിക്കയുടെ നിലപാട് അക്കാലത്ത് സോവിയറ്റ് യൂണിയൻ കോൾഡ് വാറിന്റെ സമയമാണ്. അമേരിക്ക സോവിയറ്റ് യൂണിയനോട് ശത്രുതാപരമായ നിലപാടിൽ നീങ്ങരുതെന്നും അമേരിക്ക റഷ്യയോട് സോവിയറ്റ് യൂണിയനോട് സൗഹൃദത്തിൽ നീങ്ങുന്നതാണ് അമേരിക്കയുടെ താല്പര്യത്തിന് നല്ലതെന്നും വ്യക്തമാക്കുന്ന വിധത്തിൽ വളരെ ആഴത്തിൽ ഒരു നിലപാട് അഭിപ്രായങ്ങൾ പറഞ്ഞയാളാണ്. വ്യക്തമായ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ച ആൾ പറയുന്നത് വളരെ ആഴത്തിൽ ലോക സാമ്പത്തിക ക്രമത്തെയും അമേരിക്കയുടെ നിലപാടിനെയും മുന്നേ നോക്കിക്കണ്ട ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ. എനിക്ക് അതിനോട് വിയോജിക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്ന ഈ ആന്റിക്സ് എന്ന പോലെ കാണിക്കുന്ന ഈ രീതികൾ ആകസ്മികങ്ങളൊന്നുമല്ല. അത് വളരെ സ്റ്റഡീഡ് ആയിട്ടുള്ള ഈ അമേരിക്കൻ മേധാവിത്വ സ്വഭാവത്തിന്റെ പ്രതികരണം തന്നെയാണ്. ഇനി ഞാൻ മറ്റു ഒന്ന് രണ്ട് സംഭവങ്ങൾ അങ്ങയുടെ വീഡിയോകളിൽ ഉക്രൈനെ സോവിയറ്റ് യൂണിയൻ വളരെ ക്രൂരമായി ആക്രമിച്ചു എന്നുള്ള ഒരു നിലപാടിൽ ആണങ്ങ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. അപ്പോൾ ജനാധിപത്യ രാഷ്ട്രമായ യുക്രൈനെ സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചാൽ അങ്ങ് പറയുന്ന അഭിപ്രായം പൂർണ്ണമായും ശരിയായിരിക്കും. പക്ഷെ അതിന്റെ പിന്നിലുള്ള പലപ്പോഴും പലരും വ്യക്തമാക്കിയിട്ടുണ്ടാവണം, അങ്ങയുടെ ശ്രദ്ധയിലും പെട്ട് കാണണം. സോവിയറ്റ് യൂണിയൻ ശിഥിലമായതിനു ശേഷം റഷ്യയും മുച്ചൂടും നശിപ്പിക്കാനുള്ള നാറ്റോ, പ്രത്യേകിച്ചും USA പശ്ചിമ യൂറോപ്പിലെ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ ആണ് ഒരുപക്ഷെ നിൽക്കക്കള്ളിയില്ലാത്ത ഒരു ഘട്ടത്തിൽ എന്ന് പറയേണ്ടി വരും പുടിന്റെ ഉക്രൈൻ ആക്രമണം, അല്ലെങ്കിൽ റഷ്യയുടെ ഉക്രൈൻ ആക്രമണം. കാരണം ഇനി ഒരു ആക്രമണം തിരിച്ച് നടത്തിയില്ലെങ്കിൽ അവരെ മുച്ചൂടും നശിപ്പിക്കാനോ അല്ലെങ്കിൽ ദുർബലപ്പെടുത്താനോ ഉള്ള യൂറോപ്പിന്റെ ഒരു പോക്കിന് കടിഞ്ഞാടേണ്ടത് അവരുടെ റഷ്യയുടെ താല്പര്യത്തിന് അനിവാര്യമാണെന്നുള്ള ഒരു തോന്നലാണ്. അത് ഡു ഓർ ഡൈ പോളിസി തന്നെയാണ് ഉക്രൈനെ ആക്രമിക്കാൻ പുടിൻ തയ്യാറായത്. ആ ആക്രമണത്തിന് ഉദ്ദേശിച്ച ഫലവുമുണ്ടായി. പുടിന്റെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കിയ നാറ്റോയും അമേരിക്കയും ഇപ്പോൾ അവരുടെ നിലപാട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ആദ്യകാലങ്ങളിൽ അവര് ലോകം മുഴുവൻ പടർത്തിയിരുന്ന ആ ഒരു റഷ്യ ഒരു ഭയങ്കര കൊടും ക്രൂരത ചെയ്തെന്നുള്ള മട്ടിൽ വെസ്റ്റേൺ മീഡിയയുടെ സഹായത്തോടെ പടർത്തിയിരുന്ന അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ അതിസമർത്ഥമായിട്ട് അതിൽ നിന്ന് തലയൂരാനുള്ള ശ്രമം, ഉക്രൈനിൽ നിന്ന് തലയൂരാനുള്ള ശ്രമമാണ് യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോയും അമേരിക്കയും ചെയ്തു. നാറ്റോ പിൻവാങ്ങാതെ ഇരിക്കുന്നത് ഒരു കാരണം, റഷ്യ ഇപ്പോൾ അവർ യുക്രൈനിൽ പിന്മാറിയാൽ റഷ്യ അതിൽ നിന്ന് കൂടുതൽ ഊർജ്ജം ഉൾക്കൊണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ ഭാവിയിൽ കടന്നാക്രമണം നടത്താൻ ഇടയുണ്ടെന്നുള്ള ഒരു സന്ദേഹമാണ്. അതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അവരവരുടെ സുരക്ഷിതത്വമായിരിക്കാം കണക്കാക്കുന്നത്. അപ്പോ ആ കാര്യത്തിൽ അങ്ങ് റഷ്യ നിഷ്കളങ്കരായ ഉക്രൈനെ കടന്നാക്രമിച്ചു ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം സെലൻസ്കി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഉക്രൈനിൽ ഭരിച്ചുകൊണ്ടിരുന്ന പ്രസിഡന്റ് റഷ്യയുമായി ഒരു സൗഹൃദാന്തരം സൃഷ്ടിച്ചുകൊണ്ട് ഒഡേസ പോർട്ട് ഉൾപ്പെടെ ബ്ലാക്ക് സീയിലേക്കുള്ള അവരുടെ മാർഗത്തിന് ഒരു കോൺട്രാക്ട് അഗ്രിമെന്റ് നടത്താൻ തയ്യാറെടുത്ത് വന്നപ്പോൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോയുമാണ് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും ആ പ്രസിഡന്റ് പിൻവാങ്ങാതെ വന്നപ്പോൾ അയാളെ സ്ഥാനഭ്രഷ്ടനാക്കി സെലൻസ്കിയെ കൊണ്ടുവന്നതും.
അപ്പോൾ സെലൻസ്കി ശരിക്കും പറഞ്ഞാൽ അവരുടെ കയ്യിൽ, യൂറോപ്യൻ രാജ്യങ്ങളുടെയും നാറ്റോയുടെ കയ്യിൽ ഒരു പാവയായി കളിക്കുന്നെന്ന് വേണം പറയാൻ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഈ അങ്ങ് ഗ്രീൻലാൻഡിനെ കുറിച്ചും ഇപ്പോഴത്തെ ഇതിൻ്റെ അകത്ത് വളരെ വളരെ വിഷമത്തോടു കൂടി ആണ് അങ്ങനെ ഒരു വസ്തുതയെ വ്യക്തമാക്കുന്നത്. പക്ഷേ വെനിസ്വേലൻ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അങ്ങയുടെ അഭിപ്രായങ്ങൾ കാര്യമായി വന്നിട്ടില്ല. വെനിസ്വേലയിൽ നടന്നത് അങ്ങയുടെ കാഴ്ചപ്പാടിൽ മച്ചാഡോ എന്ന ഒരു മാലാഖതുല്യായ ഒരു സ്ത്രീ, അവർക്ക് സമാധാനത്തിന് നൊബേൽ കിട്ടിയതും അത് അർഹതയുള്ളതാണെന്നും ഉള്ള ഒരു അഭിപ്രായമാണ് അങ്ങേക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഓഫ് കോഴ്സ് ട്രംപിന്റെ അസൂയയോ വകയോ അത് മറ്റൊരു കാര്യം. പക്ഷേ ഈ മച്ചാഡോ എന്ന് പറയുന്ന ആ വെനിസ്വേലൻ സ്ത്രീ, രാഷ്ട്രീയത്തിലുള്ള ആ സ്ത്രീ അത്ര നിഷ്കളങ്കയാണെന്ന് പറയാൻ എന്നെ കൊണ്ടാവില്ല. കാരണം 10-20 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അവരുടെ താല്പര്യങ്ങൾ മുഴുവൻ അടിച്ചേൽപ്പിക്കുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്തതിനെതിരെ അവിടെ ഉയർന്നു വന്ന പ്രതിഷേധത്തിന്റെ ഒരു പരിണത ഫലം തന്നെയാണ് ഹ്യൂഗോ ഷാവേസിന്റെ നേതൃത്വത്തില് വെനിസ്വേലയിൽ വന്ന ഭരണമാറ്റങ്ങളും. പലവട്ടം ഹ്യൂഗോ ഷാവേസിനെ അധികാരത്തിന് പുറത്തേക്ക് വീണ്ടും അദ്ദേഹം വന്നു. അതിനുശേഷം അങ്ങയുടെ പിന്തുടർച്ചക്കാരനായിട്ട് മച്ചാഡോയും വന്നു. അത് വെനിസ്വേലൻ ജനതയുടെ അഭിപ്രായമാണത്. അല്ലാതെ വെനിസ്വേലയിലെ ജനങ്ങൾ വെറും വിഡ്ഢികളല്ല. അവർക്ക് അമേരിക്കയുടെ മേധാവിത്വത്തിനെതിരായിട്ട് അതിശക്തമായ അഭിപ്രായം അവർക്കുണ്ട്. അത് അവരറിയുന്നവരാണ്. അവർ ലോകരാഷ്ട്രീയം നന്നായിട്ട് മനസ്സിലാക്കിയവരുമാണ്. മച്ചാഡോ ആ കാലങ്ങളിലൊക്കെ തന്നെ ഇപ്പോ വെനിസ്വേലൻ ഓയിൽ കമ്പനികൾ, അമേരിക്കയുടെ കമ്പനികൾ നാഷണലൈസ് ചെയ്തപ്പോൾ മച്ചാഡോ എന്ന് പറയുന്ന ആ വെനിസ്വേലക്കാരി ആയ ആ സ്ത്രീ, അവർ അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും അമേരിക്ക വെനിസ്വേലയിൽ വന്ന് നിലവിലുള്ള ആ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട, ഒരുപക്ഷെ അമേരിക്കയുടെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭിപ്രായത്തിൽ അവിടുത്തെ തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൽ വെള്ളം ചേർത്തുകൊണ്ടാണെന്നൊക്കെ പറയും. അത് അവരുടെ അഭിപ്രായമാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ളവരുടെ അഭിപ്രായം ആവണമെന്നില്ല. കാരണം ലോകമാധ്യമങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന അവരായതുകൊണ്ട് അവർ പറയുന്നത് എപ്പോഴും അപ്പർ ഹാൻഡിൽ കിടക്കും. പക്ഷെ മറ്റുള്ള എല്ലാ ആൾക്കാർക്കും രാജ്യങ്ങൾക്കും ആ അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. ഇനി അതല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വെനിസ്വേല എന്നത് ഒരു വേറൊരു രാജ്യമാണ്. ആ ഒരു രാജ്യത്തിലെ ഒരു പ്രതിപക്ഷ പ്രവർത്തക എന്ന നിലയ്ക്ക് ഒരിക്കലും ഒരു വിദേശ രാജ്യം വന്ന് വെനിസ്വേലയുടെ ഭരണാധികാരിയെ മാറ്റണമെന്നും അധികാരം കൈയാളണമെന്നും ഒക്കെ അമേരിക്കയോട് ആവശ്യപ്പെട്ട അവർ അത്ര നിഷ്കളങ്കയായ ഒരു ദേശപ്രേമി അല്ല എന്ന് തന്നെയാണ് എന്റെ ശക്തമായ അഭിപ്രായം. അതിന്റെ പ്രതിഫലമാണ് തന്നെയാണ് അവർക്ക് നൽകിയ സമാധാനത്തിന്റെ നോബൽ പ്രൈസും. അല്ലാതെ ഏത് ലോകരാഷ്ട്രത്തിന്റെ പ്രശ്നങ്ങളിലാണ് മച്ചാഡോ എന്ന് പറഞ്ഞ ആ വനിത ഇടപെട്ടിട്ടുള്ളത്, പരിഹാരം കണ്ടിട്ടുള്ളത്? അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പൊ പിന്നെ കൊടുത്തത് അതൊരു രാഷ്ട്രീയമായ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു തന്ത്രം തന്നെയായിരുന്നു. പക്ഷേ അതിൽ ട്രംപിനുള്ള പരാതി, ലോക സമാധാനത്തിന് നോബൽ സമ്മാനം കുതിച്ചിരുന്ന ട്രംപിന് ലഭിക്കാതെ പോയപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിന് അത് ഇഷ്ടപ്പെട്ടില്ല. അതിന് മച്ചാഡോയുടെ അങ്ങേർക്ക് അസൂയയും കാണും. ഒരുപക്ഷെ ആ ഒരു പ്രത്യാഘാതം തന്നെ ആയിരിക്കണം ഇപ്പോൾ വെനിസ്വേലയുടെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം വേണമെങ്കിൽ ട്രംപിന് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആ ശക്തി പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ മച്ചാഡോയെ കൊണ്ട് സ്ഥാപിക്കാമായിരുന്നു. പക്ഷെ ചെയ്യാത്തത് ഒരുപക്ഷെ ചിലപ്പം അത് യുക്തിസഹമല്ല, അത് വേണ്ടാത്ത തന്റെ ഒരു പ്രതീക്ഷയെ വളർത്തിയെടുക്കുക എന്നുള്ള തോന്നൽ ഉള്ളത് കൊണ്ടായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. പിന്നെ അപ്പോ അമേരിക്കയുടെ വെനിസ്വേലയിലെ ജനാധിപത്യ സംവിധാനത്തെ കടന്നാക്രമിച്ച അമേരിക്കയുടെ നടപടിക്ക് അമേരിക്കയ്ക്കുള്ളിലും ലോകത്തെ യൂറോപ്പിലെ മുഴുവൻ രാഷ്ട്രങ്ങളിലും പ്രതിഷേധമുണ്ട്. വെനിസ്വേലിയൻ ഭരണാധികാരിയുടെ
അവിടുത്തെ മാഡുറോയുടെയോ അവരുടെ ഭരണക്രമത്തിലോ ആളുകൾക്ക് അമർഷം ഉണ്ടാവാതിരിക്കാം. പക്ഷേ അവിടെ പിന്നീട് നടന്ന ആളുകളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ വെനിസ്വേലൻ ജനതയ്ക്ക് മഡുറോയോട് വലിയ ശത്രുത ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ മച്ചാടയോ അല്ലെ അതുപോലെ വേറൊരാളോ അവിടെ പ്രസിഡന്റായിട്ട് വന്നേനെ. അമേരിക്കയുടെ താല്പര്യമുള്ള വരാത്തത് അതുകൊണ്ട് തന്നെയാണ്. വെനിസ്വേലൻ ജനത ഇഷ്ടപ്പെടുന്നില്ല എന്നുകൊണ്ട് തന്നെയാണ്. പിന്നെ ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞത് ശരിയാണ്. അത് അമേരിക്കയുടെ ഈ അൺബ്രിഡിൽ എന്ന് പറഞ്ഞാൽ ആരും എതിർക്കാനില്ല എന്നുള്ള ഒരു തോന്നലിലുള്ള ഒരു ധിക്കാരപരമായ നിലപാടിന്റെ പ്രത്യാഘാതമാണ്. ഇപ്പോൾ അമേരിക്കയിലും മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള ജനാധിപത്യം ട്രംപിനെ വിമർശിക്കുന്ന ആൾക്കാർ ട്രംപിന്റെ ഏകാധിപത്യ പ്രവണതയും ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളെയും പറയുന്നുണ്ടെങ്കിലും അവരുടെ പലരുടെയും ഉള്ളിലുള്ളത് അമേരിക്കയെ ശക്തിപ്പെടുത്തുന്ന ഏതിത് വന്നാലും അത് കൊള്ളാമെന്നുള്ള അഭിപ്രായമുള്ളവരാണ് ബഹുഭൂരിപക്ഷം പേരും. പ്രത്യേകിച്ച് പിന്നെ അമേരിക്കക്കാർ മൊത്തം എല്ലാവരും ട്രംപിനെ അനുകൂലിച്ച് പറഞ്ഞാൽ അമേരിക്ക ഒറ്റപ്പെടാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് അമേരിക്കയുടെ ഭാവിയിലെ ലോകക്രമങ്ങളിലെ അമേരിക്കയുടെ മാന്യമായ സ്ഥാനം നിലനിർത്തിക്കൊണ്ടുപോകാൻ ട്രംപിനെ വിമർശിക്കേണ്ട ഒരു അനിവാര്യത തന്നെയാണ് ഉള്ളിൽ നിന്നും. പക്ഷെ അതുകൊണ്ടൊന്നും ട്രംപ് പിന്മാറാൻ പോകില്ല എന്നും അങ്ങനെ ട്രംപ് അതിനേക്ക് അതിജീവിച്ചുകൊണ്ട് ഗ്രീൻലാൻഡോ അതുപോലെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളെ കൈയടക്കി കൊണ്ടുവന്നാൽ അൾട്ടിമേറ്റ്ലി അത് അമേരിക്കയുടെ താല്പര്യത്തിന് ഗുണകരമായി തീരുമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ അവരും ശക്തിപ്പെടും, അമേരിക്ക ശക്തിപ്പെടും എന്നുള്ള ധാരണ അവർക്ക് കാണും. അത് അമേരിക്കയുടെ കാര്യം. പക്ഷേ അമേരിക്കയിൽ അല്ലാത്ത മറ്റ് ലോക ജനത, പ്രത്യേകിച്ച് ഈസ്റ്റേൺ രാജ്യങ്ങളിലുള്ള നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിലെ ജനതയ്ക്ക് അതിൽ താല്പര്യം അമേരിക്കയുടെ ആ നിലപാടിനോടോ അമേരിക്കൻ ജനതയുടെ ആ താല്പര്യത്തിനോടോ സഹകരിക്കേണ്ട യാതൊരു താല്പര്യവും ഇല്ല. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഈ ഈസ്റ്റേൺ ലോകൽ രാജ്യങ്ങളായിട്ടുള്ള നമ്മളെ പോലുള്ള ആൾക്കാർ ശക്തിപ്പെടുത്താൻ ശ്രമിക്കേണ്ടുന്നത് ഈസ്റ്റേൺ രാജ്യങ്ങളുടെ സൗഹൃദത്തെയാണ്. പ്രത്യേകിച്ചും യാതൊരു സംശയമില്ല, ഞാൻ പറയും ചൈനയുമായിട്ടുള്ള ബന്ധവും അതുപോലെ റഷ്യയുമായിട്ടുള്ള ബന്ധം പോലും അല്ലെ മറ്റ് ഏഷ്യാറ്റിക് രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം നമ്മൾ ബലപ്പെടുത്താൻ ശ്രമിക്കുന്നതിലൂടെ മാത്രമേ ഉള്ളൂ നമ്മളെപ്പോലുള്ള അവികസിത രാജ്യങ്ങൾക്കും ഏഷ്യാറ്റിക് രാജ്യങ്ങൾക്കും ആഫ്രിക്കൻ രാജ്യങ്ങൾക്കുമൊക്കെ ഭാവിയില് യൂറോപ്യൻ രാജ്യങ്ങളിലെയോ നാറ്റോ ഈ അമേരിക്കൻ കേന്ദ്രീകൃത ശക്തി കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റു രാഷ്ട്രങ്ങളിലെ ഏകാധിപത്യ പ്രവണതകളിൽ നിന്നും ഏകഛത്രാധിപത്യം തന്നെ പറയാം ലോകക്രമത്തില് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അയൽക്കാരെന്ന നിലയിൽ ഉണ്ടായിരിക്കുന്ന പണ്ട് കാലങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന അയൽക്കാർ തമ്മിലേ ഉള്ളൂ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഐലൻഡായി കിടക്കുന്ന അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അതുണ്ടാവാം, അത് വരികയും പോവുകയും ചെയ്യും. അയൽക്കാർ തമ്മിൽ എപ്പോഴും തർക്കങ്ങളും അതിപരിഹാരം ഉണ്ടാകുന്നത് ലോകത്തിലെ ഒരു സാധ്യതയാണ്. അത് എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പേരില് നമ്മുടെ അയൽ രാജ്യങ്ങളായ ഏറ്റവും പ്രധാനപ്പെട്ട അയൽ രാജ്യങ്ങളൊന്നായ ചൈനയുമായിട്ടും അതുപോലുള്ള രാഷ്ട്രങ്ങളുമായി എന്റെ അഭിപ്രായത്തിൽ ജപ്പാനും കൊറിയയും ഒക്കെ ആസ്ട്രേലിയ പോലും ഈ ഏഷ്യാറ്റിക് രാജ്യങ്ങളുടെ സൗഹൃദത്തിൽ വരേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ 22 മിനിറ്റോളം ദൈർഘ്യമുള്ള ശ്രീ മുരുകേഷിന്റെ ഈ ഓഡിയോ മെസ്സേജിന്റെ 16 മിനിറ്റാണ് ഞാൻ പ്ലേ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ദൈർഘ്യം 18-19 മിനിറ്റ് ആകുന്നത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ചത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് ഇത് കണ്ട ശേഷമുള്ള അഭിപ്രായം എന്താണ്? എൻ്റെ വീഡിയോ നിങ്ങളുടെ മുൻപിലുണ്ട്. ഇപ്പോൾ മുരുകേഷിൻ്റെ ചിന്തകൾ വളരെ വിശാലമായി ഡീറ്റെയിൽഡായി നിങ്ങൾക്ക് ലഭ്യമാണ്. ഇത് രണ്ടും പരിഗണിച്ച് നിങ്ങൾ ചിന്തിച്ച് ഇത് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ അറിയിക്കാൻ താല്പര്യപ്പെടണം. അങ്ങനെ വിഷയങ്ങളെ ആസ്പദമാക്കി പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും ആശയങ്ങൾ കൈമാറുന്ന, ഒരുമിച്ച് ചിന്തിക്കുന്ന, യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ജീവിത ദർശനവും സമീപനവും വാർത്തെടുക്കാൻ നമുക്ക് ഒരു ചെറിയ തോതിലെങ്കിലും
ശ്രമിക്കാം. കാരണം ഇപ്പോൾ ഭാരതത്തിൽ നിൽക്കുന്ന പൊതുവായ സാഹചര്യത്തിൽ എതിരഭിപ്രായം പറയുന്നവനെ ശത്രുവായും ദേശദ്രോഹിയായും ചിത്രീകരിക്കുകയും അങ്ങനെയുള്ളവരെ നിശബ്ദരാക്കണം, അങ്ങനെയുള്ളവരെ ദ്രോഹിക്കണം എന്ന തികച്ചും അനാരോഗ്യമായ കാഴ്ചപ്പാട് സ്ഥിതി ചെയ്യുമ്പോൾ അത് മനുഷ്യന്റെ അല്പത്തരത്തിൽ നിന്ന് മാത്രം ഉദിക്കുന്ന വിഭ്രാന്തിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് വിഷയത്തിലും സ്വതന്ത്രമായി ചിന്തിക്കുവാനും പരസ്പരം വിയോജിക്കുവാനും അതേസമയം തന്നെ സത്യത്തെ അന്വേഷിക്കുക എന്ന കടമ എല്ലാവരും ഒന്നുപോലെ ഏറ്റെടുത്ത് സഹയാത്രികരായി മുൻപോട്ട് പോകുന്നത് വളരെ ആരോഗ്യമുള്ളതും അനുഗ്രഹിക്കപ്പെട്ടതുമായ അവസ്ഥയാണ് എന്ന തിരിച്ചറിവ് കേരളത്തിൻ്റെ കൊച്ചുമണ്ണിൽ ആരംഭിച്ച് രാജ്യത്താകമാനം ഒരാശ്വാസത്തിൻ്റെ നിഴല് പോലെ പടരട്ടെ എന്ന ഒരു പ്രതീക്ഷ ഞാൻ വച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിയോജിപ്പ് വരുമ്പോൾ അത് ഞാൻ സന്തോഷിക്കുകയും അതിൻ്റെ ഗുണഫലം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന താല്പര്യത്തിൽ നിങ്ങളുമായി ഇത് പങ്കിടുന്നു. ഈ പ്രക്രിയയിൽ ചുമതലബോധത്തോടെ ലക്ഷ്യബോധത്തോടെ പങ്കെടുക്കുന്ന നിങ്ങളോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ആദരവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രത്യേകിച്ച് ശ്രീ മുരുകേശനോടുള്ള എൻ്റെ സ്നേഹമിശ്രണമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു.